തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. സൗന്ദര്യത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ. നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അഹന്തയുണ്ടാകും. അവരെക്കാൾ വളരെ മോശമാണെങ്കിൽ അസൂയ. അഹന്തയും അസൂയയും നെഗറ്റീവ് ഇമോഷണാലിറ്റിയാണ്, നമ്മളെ തകർക്കാൻ സാധ്യതയുള്ള വികാരങ്ങൾ. താരതമ്യം പാടില്ല ജീവിതത്തിൽ. ഓർക്കുകയാണ് ഒരു കാക്ക, അത് പറന്ന് ഒരു അരയന്യത്തിൻ്റെ അടുത്ത് വന്നു. അരയന്നം ഏതോ ചില മനുഷ്യർ അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അത് കണ്ടിട്ട് ഈ കാക്ക സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ കറുത്തൊരു പക്ഷിയാണ്, നീ വെളുത്തതാ, നിനക്ക് സൗന്ദര്യമുണ്ട്, നീ ആയിരിക്കുമല്ലേ ഈ വനത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. അരയന്നം പറഞ്ഞു, ഞാനായിരുന്നു എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാനല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു തത്തയെ കണ്ടു, എനിക്കൊരു നിറമാണ്, അതിന് 2 നിറങ്ങളുണ്ട്. നീ അതിനോട് ചോദിക്കൂ, അതാണോ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയെന്ന്. കാക്ക പറന്ന് തത്തയുടെ അടുത്തെത്തി. പച്ച തൂവലുകളും ചുമന്ന ചുണ്ടുകളുമുള്ള ആ തത്തയോട് അത് ചോദിച്ചു, എന്തു സൗന്ദര്യമാണ് നിനക്ക്, നീയാണോ ഏറ്റവും സന്തോഷമുള്ള പക്ഷി? തത്തയും പറഞ്ഞു, ഞാനായിരുന്നുവെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാനല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു മയിലിനെ കണ്ടു, അതിനൊരുപാട് നിറങ്ങളാണ്, അതുതന്നെയാണ് ഏറ്റവും സൗന്ദര്യമുള്ള പക്ഷി, അതുകൊണ്ട് തന്നെ സന്തോഷവതി. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെ കണ്ടതൊരു മൃഗശാലയിലാണ്, നീ അത് പോയി ചോദിക്ക്, അതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന്. കാക്ക അങ്ങനെ മൃഗശാലയിലെത്തി. അപ്പോൾ മയിലിന് ചുറ്റും ഒരുപാട് മനുഷ്യർ കൗതുകത്തോടെ അതിനെ നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ആളൊഴിഞ്ഞപ്പോൾ കാക്ക പതിയെ അതിൻ്റെ അടുത്തേക്ക് പറന്നു വന്നിട്ട് ചോദിച്ചു, നീ എത്രമാത്രം ഭാഗ്യവതിയാണ്, എന്തുമാത്രം സൗന്ദര്യമാണ് നിനക്ക്, നീയാണല്ലേ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. അപ്പോൾ മയിൽ പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പക്ഷി, അതെന്നെ ഇതാ ഇപ്പോൾ തടവറയിലാക്കിയിരിക്കുന്നു. ഈ തടവറയിൽ ബന്ധിതനായി കിടക്കുമ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി, ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി സ്വതന്ത്രമായിട്ട് ഒരു തടവറയും കഴിയാതെ പറന്ന് നടക്കുക, അത് കാക്കയാണ്. അതിനാരും ബന്ധിക്കാറില്ല. നീ തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള പക്ഷി, പറയൂ നിൻ്റെ രഹസ്യം. നമ്മളൊക്കെ പലപ്പോഴും ഈ കാക്കയെ പോലെയാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ സംതൃപ്തി കണ്ടെത്താൻ ആഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയയും ദുഃഖവും പ്രകടിപ്പിച്ച് നടക്കുന്ന മനുഷ്യർ. ഒന്നോർത്തു നോക്കുക, ആദവും ഹവ്വായും. പറുദീസയിൽ അവർക്ക് കിട്ടേണ്ട എല്ലാ നല്ല സാഹചര്യവും ദൈവം ഒരുക്കി കൊടുത്തു. എന്നിട്ടും അവർ ജ്ഞാനവൃക്ഷത്തിൻ്റെ ഫലം മോഹിച്ചു, ആ പറുദീസയുടെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി. ദാവീദ് വെറും ഇടയച്ചെറുക്കനായിരുന്നു, അവനെയാണ് ദൈവം ഉയർത്തി വളർത്തി ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവാക്കി മാറ്റിയത്. 7 ഭാര്യമാർ അവനുണ്ടായിരുന്നു. എന്നിട്ടും അവൻ ഊറിയായുടെ ഭാര്യയെ മോഹിച്ചു പാപം ചെയ്തു. എല്ലാ പാപവും എല്ലാ വീഴ്ചയും അപരൻ്റെ മേന്മയിൽ അസൂയപ്പെടുന്നത് സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ നമുക്ക് കഴിയണം.
അതെ, നമുക്കുള്ളിൽ സംതൃപ്തി കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതിനെ കാണുക, അതിൽ ആനന്ദം കണ്ടെത്തുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം